ഗ്ലാസ് ചായ കൊണ്ടുപോവാ. ഒരു ചായ എടുത്തുണ്ടോ? അമ്മ ഇപ്പൊ കടി വേണോ? ഇപ്പൊ കടി വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇതെന്താ കൂടൂ? ഫോണ് കൊണ്ടുവെക്ക്. ഫോണ് കളിച്ച് കുഞ്ഞിന് കണ്ണ് കേടാവും. നമുക്ക് ഇവിടെ വെക്കാം. നല്ല ചായ. മോനൂസേ, ചായ കുടിക്കാൻ വാ. നീ വന്നോ? ഇതാണ്, എനിക്കിത് വേണ്ട. ഉള്ളതല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പച്ചരി റേഷൻ കടയിൽ ഇല്ലാത്തതുകൊണ്ട് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ട ഉണ്ടാക്കിയത്. അത് അവന് പറ്റൂല പോലും. ഈ ഇടയായിട്ട് കുറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അവന് ദേഷ്യം. അവന് മിണ്ടാൻ പറ്റൂല, അവന് ഒന്നും പറ്റൂല. അവന് ഭക്ഷണം കൊടുത്താൽ അത് പറ്റൂല. എന്ത് പറയാനാ? എന്താടാ നിനക്ക് പറ്റിയത്? കുറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നീ എന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കുക. അമ്മ ഉണ്ടാക്കി തരുന്നത് ഭക്ഷണമൊന്നും നിനക്ക് പറ്റുന്നില്ല, ചെയ്തു തരുന്നതൊന്നും നിനക്ക് പറ്റുന്നില്ല. നീ ഒന്ന് മുഖത്ത് പോലും നോക്കാതെയായി എൻ്റെ. അല്ലേ, എന്താ നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം ടീച്ചറാണെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞത് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, അവന് എന്ത് പറഞ്ഞാലും അവന് ഒരു ഭാവവ്യത്യാസം ഇല്ല എന്നൊക്കെയാണ് ടീച്ചർ പറയുന്നത്. എനിക്ക് പറയാൻ പറ്റുമോ ഇവിടെ അങ്ങനെ തന്നെയാണെന്ന്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അവന് ദേഷ്യം. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അവന് വേണ്ട എന്നെനിക്ക് പറയാൻ പറ്റുമോ? എന്താണ് നിനക്ക് പറ്റിയത്? നീ ഒരു ഇടക്കാലം കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടായത്. വൈകുന്നേരം സ്കൂൾ വിട്ടാൽ നീ നേരത്തെ എത്തുന്നില്ല. എവിടെയാണ് പോണതെന്ന് വെച്ചാൽ നീ പറയുന്നില്ല. എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. കുറേ ദിവസമായി ഈ വിരിയൊക്കെ ഒന്ന് അലക്കിയിട്ട് നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് ഞാൻ ഈ വിരിയൊക്കെ ഒന്ന് എടുക്കട്ടെ. ഇതൊക്കെ ഒന്ന് അലക്കണം. ഒന്ന് മാറിക്കേ ഇങ്ങോട്ട്. അമ്മ കാണുന്നില്ല അമ്മേ. ഇവനെന്താ ഇങ്ങനെ? ഞാനൊക്കെ കേട്ടു മോളെ. എന്താ ചെയ്യാൻ? ഞാൻ കൊറേ ദിവസമായി ഇവന്റെ കാര്യം ശ്രദ്ധിക്കുന്നു. എന്താ നമ്മൾ ചെയ്യാൻ? എനിക്കറിയില്ല. ഞാൻ ടീച്ചറെ ഒന്ന് വിളിച്ചാലോ എന്ന് വിചാരിക്കുകയായിരുന്നു. നമുക്ക് ടീച്ചറെ ഒന്ന് വിളിക്കാലോ? ഇവന് കുറച്ച് ദിവസം ആയുള്ളൂല്ലോ ഈ മാറ്റം. അതൊക്കെ ശരിയാവും. സമാധാനമില്ല. ആരോട് പറയും? എന്താണേലും ഞാനൊന്ന് ടീച്ചറെ വിളിക്കട്ടെ. ടീച്ചറെ വിളിക്ക് മോളൊന്ന് പറയും, എന്നിട്ട് നമുക്ക് നോക്കാലോ. അവൻ്റെ റൂമിൽ അവൻ കയറാൻ സമ്മതിക്കുന്നില്ല അമ്മേ. കുറേ ദിവസമായിട്ട് അവൻ്റെ വിരി പോലും എടുക്കാൻ അവൻ സമ്മതിക്കുന്നില്ല. ഇപ്പം അവൻ അങ്ങ് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയി. ഞാനൊന്ന് എടുത്തിട്ടേ കഴുകട്ടെ.
ഇതെന്താണാവോ? എന്താണ് സാധനം? അമ്മേ, ഇതിനകത്ത് ഇവന്റെ റൂമിൽ അമ്മ ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ട്. അതെ, ഇതെന്താ അമ്മേ സാധനം? എന്തായിരിക്കും? ഇതെന്താണ്? എനിക്കിത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു വെള്ള കളറിലൊരു പൊടി. ഇതൊക്കെയാണോ അമ്മേ നമ്മൾ ഈ വാർത്തയെ കേൾക്കുന്നതൊക്കെ? ഇതായിരിക്കും. നിങ്ങൾക്ക് മോനോട് തന്നെ ചോദിക്കണം. ചോദിക്കണം. അവനോട് നമുക്ക് ചോദിക്കാം അല്ലേ? അവൻ ചോദിച്ചാൽ അവൻ ദേഷ്യം പിടിക്കുമോ? എനിക്ക് എന്തായാലും ചോദിക്കാൻ പറ്റൂലല്ലോ. നോക്കട്ടെ. ഒരു വെള്ള പൊടി പോലെ ഒരു സാധനം നമ്മൾ ഈ വാർത്തയിലൊക്കെ കാണുന്നതേ ഉള്ളൂ. ഇതിപ്പോ എന്താണെന്ന് അറിയില്ല. ആർക്കറിയാമോ? എനിക്കറിയില്ല. ഇത് നമ്മൾ ആരോടാ ഇതിനെ കുറിച്ച് ചോദിച്ചു നോക്കാം അല്ലേ? അവനൊന്ന് അവൻ വരട്ടെ, അവനോട് ചോദിക്കാം. ഇനിയിപ്പോ എന്ത് പ്രതികരിക്കുമെന്ന് അറിയില്ല, എങ്കിലും അവനോട് ചോദിക്കാം. ചോദിച്ചു നോക്കണം. വരട്ടെ. അമ്മ, എന്റെ ഇവിടുത്തെ വിരിയൊക്കെ അവിടെ ഇതാരും എടുത്തോണ്ട് പോയത്. അമ്മ, എന്റെ വിരിയൊക്കെ എവിടെ ഇവിടുത്തെ? അമ്മ, നീ ദേഷ്യം പിടിക്കണ്ട. നിന്റെ ദേഷ്യത്തിന്റെ കാരണം എനിക്ക് മനസ്സിലായി. ഇതല്ലേ നിന്റെ ദേഷ്യത്തിന് കാരണം? ഇതെന്താണ് സാധനം? നീ പറയണം. ഇല്ല അമ്മ, ഇത് എന്താന്ന് അവൻ പറയണം. എന്താണിത്? നീ പറ. ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു സാധനം ഇവിടെ കണ്ടിട്ടില്ല. ഇതെന്താണ് സാധനം? എന്താന്ന് പറ. നീ പറ, എന്താന്ന് പറ. ഇല്ലെങ്കിൽ ഞാനും അച്ഛമ്മ ഇപ്പൊ ഈ വീട്ടിലെ ഞങ്ങളെ ജീവൻ അവസാനിപ്പിക്കും. പിന്നെ നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. അത് ഉറപ്പാ. ഞങ്ങൾ തീരുമാനിച്ച ഇന്ന് കുറെ ദിവസമായി നിന്റെ മാറ്റം ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. അനിയന്മാരെ, അച്ഛനെ, അമ്മേനെ, അച്ഛമ്മേനെ ആരെ നീ കാണുന്നില്ലല്ലേ? ഇതെന്താന്ന് നീ പറ, ഞങ്ങളോട് പറ. എന്താന്ന് പറ. എന്താന്ന് ഞങ്ങൾക്ക് അറിയണം. എന്താ നീ മിണ്ടാതിരിക്കുന്നേ? ഇത്ര നേരം നീ ഭയങ്കര ബഹളമായിരുന്നല്ലോ. ഇപ്പൊ നിനക്കെന്താ സൗണ്ട് ഇല്ലല്ലേ? ഇപ്പൊ നിനക്ക് സൗണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇത് ഞങ്ങളൊന്ന് ഉപയോഗിക്കട്ടെ. ഇതെന്താ സാധനം? ഞങ്ങളൊന്ന് തിന്നട്ടെ. അമ്മ തിന്നമ്മേ, നമ്മൾ ചാവുകയാണ്. ചാവാൻ വേണ്ടിയില്ല. നോക്കമ്മേ, തിന്ന. നമുക്ക് തിന്നാം. നമ്മൾ തിന്നങ്ങ് ചാവാം. നമുക്ക് എന്തോ ആണ്. ഞങ്ങളും തിന്നട്ടെ. ഞങ്ങളും തിന്നാം. ജീവൻ ഞങ്ങൾക്ക് വേണ്ട. നിനക്കില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് വേണ്ട. വിട് നീ. ഞങ്ങൾ അല്ലെങ്കിൽ സത്യം പറയണം. ഇത് എന്താണ്? നീ സത്യം പറ. നീ ഇല്ലാത്ത പറ. നീ പറ. നീ സത്യം പറ. സ്കൂളിൻ്റെ അടുത്തുള്ള 2 ചേട്ടന്മാരാ വന്നത്. അവരാണ് ഈ കാണിച്ചത്. അവര് പറഞ്ഞത് 2 ദിവസം ഉപയോഗിക്കണം. പിന്നെ തീരുമ്പോ എന്റെ അടുത്ത് ഇറങ്ങുന്നു ചെല്ലാൻ പറഞ്ഞു അവര്. എന്നാ നീ ഇത് ആദ്യം ഞങ്ങളോട് പറയണ്ടേ? അപ്പൊ എനിക്കെന്താ ദേഷ്യം പിടിക്കുന്നത് അത് കിട്ടാതെ വരുമ്പോ. അപ്പൊ നീ നമുക്കിതിന് വേണ്ടിയിട്ട് എവിടെയാന്ന് വെച്ചാൽ ഹോസ്പിറ്റലോ എവിടെയാന്ന് വെച്ചാൽ പോവാം. ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ അവരെ കുട്ടി കാണിച്ചു തരുമോ ഞങ്ങൾക്ക്? നമുക്ക് സ്കൂളിലെ സാർമാരോട് പറയണം. എന്നിട്ട് അവരെ ഇനി ഒരു കൂട്ടുകാർക്കോ ആരെങ്കിലും കൂട്ടുകാരുണ്ടോ നിന്റെ കൂടെ ഇത് വാങ്ങാൻ വരുന്നേ? ആർക്കെങ്കിലും വേറെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്താണെങ്കിലും നമുക്ക് സ്കൂളിലെ സാറുമാരെ കണ്ടിട്ട് വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് സാറുമാരെ കണ്ട് പറഞ്ഞ് ഒക്കെ ശരിയാക്കാം. കൂട്ടുകാരി, ലഹരി, കഞ്ചാവ് എന്ന വസ്തുക്കളിൽ നമ്മൾ അടിമയാവാതിരിക്കട്ടെ. കുടുംബങ്ങളും അച്ഛനും അമ്മമാരാണ് നമുക്ക് ഏറ്റവും വലുത്. അതെ, നമ്മള് ഒരുപാട് A+കളും ഒരുപാട് സർട്ടിഫിക്കറ്റുകളും ഒന്നും വേണ്ട. നമ്മുടെ കുടുംബത്തിനുള്ളിൽ അമ്മയും അച്ഛനും മക്കളും സമൂഹവും നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്ന മനുഷ്യരായിട്ട് വളരാൻ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. അല്ലേ അമ്മേ? എല്ലാ മക്കൾക്കും എല്ലാവർക്കും നല്ലത്.